ഫസ്റ്റ് സെഞ്ചുറി BC-യിലാണ് റോമൻ ജനറൽ മാർക്ക് ആന്റണി ഈജിപ്ഷ്യൻ ക്യൂനായ ക്ലിയോപാട്രയോട് വളരെയധികം പ്രണയപരവശനായിരുന്നു. വിവാഹ സമ്മാനമായി ക്ലിയോപാട്രയ്ക്ക് 3 സ്വർണ്ണമുട്ടകൾ, അതും വജ്രവും സ്വർണവും ആഭരണങ്ങളും ഒക്കെ കൊണ്ട് നിറച്ചിരുന്ന മുട്ടകൾ അദ്ദേഹം സമ്മാനമായി കൊടുത്തു. നൂറ്റാണ്ടുകളോളം ഈ മുട്ടകളെ പറ്റിയുള്ള വിവരങ്ങൾ ഐതിഹ്യം പോലെ, അഭ്യൂഹങ്ങൾ പോലെ മാത്രമായിരുന്നു കാണപ്പെട്ടത്. പക്ഷേ ഒരിക്കൽ ഒരു ലോക്കൽ ഫാർമർ അതിൽ 2 മുട്ടകൾ കണ്ടെത്തി. ഒരു മുട്ട എവിടെയാണ് എന്നൊരു വിവരവും ആർക്കും തന്നെ ലഭിച്ചതുമില്ല. വർഷങ്ങൾക്കിപ്പുറം കണ്ടെത്തിയ ആ മുട്ടകളിൽ ഒരെണ്ണം പ്രദർശിപ്പിച്ചിരുന്നത് റോമിലെ പ്രശസ്തമായ മ്യൂസിയത്തിലായിരുന്നു. ഇന്റർപോൾ ഉദ്യോഗസ്ഥർ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോഴാണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് അറസ്റ്റ് വാറന്റ് ഒരു കള്ളന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ആ കള്ളൻ മ്യൂസിയത്തിലെത്തി ആ മുട്ട മോഷ്ടിക്കും എന്നൊരു വിവരവും ഇന്റർപോളിന് ലഭിച്ചിരുന്നു. FBI ഉദ്യോഗസ്ഥൻ ജോൺ ഹാർലിയും അസിസ്റ്റൻസും അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. ഇന്റർപോൾ ഏജന്റ് ഉർവശി ദാസും അവിടെ ഉണ്ടായിരുന്നു. ഉർവശി മ്യൂസിയം മാനേജറോട് അവിടെ ഒരു മോഷണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞു. എത്രയും വേഗം മ്യൂസിയത്തിന്റെ എല്ലാ വാതിലും ക്ലോസ് ചെയ്യാനും ഉർവശി ഉത്തരവിട്ടു. കൂടെയുള്ള ജോൺ ആരാണ് എന്ന തരത്തിൽ മാനേജർ ചോദിച്ചതും FBI-യുടെ ബിഹേവിയറൽ അനാലിസിസ് യൂണിറ്റിന്റെ ഭാഗമാണ്, മികച്ച പ്രൊഫൈലറാണ് എന്നായിരുന്നു ഉർവശിയുടെ മറുപടി. ആർട്ട് ക്രൈമുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ് ജോൺ ഹാർട്ട്ലി. മുട്ടയുള്ള ഭാഗത്തേക്കെത്തിയ ജോൺ അവിടം നിരീക്ഷിച്ച ശേഷം മുട്ട ആദ്യമേ മോഷ്ടിക്കപ്പെട്ടിരിക്കാം എന്ന തന്റെ ഊഹം പറഞ്ഞു. അവിടെ മുട്ട കാണുന്നത് കൊണ്ട് തന്നെ മാനേജർ അതിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ചെയ്തത്. പക്ഷേ പിന്നാലെ അവിടെ കാണപ്പെട്ടത് ഒരു ഫേക്ക് മുട്ട മാത്രമാണ് എന്ന് ജോണി തെളിയിച്ചു കാണിച്ചു കൊടുത്തു. കള്ളൻ പുറത്തു പോവാൻ സമയമായിട്ടില്ലെന്നും എത്രയും വേഗം ഡോർസ് ക്ലോസ് ചെയ്യാനും ഉത്തരവിട്ടതോടെ മാനേജർ മ്യൂസിയത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചു. വാതിലുകൾ അടഞ്ഞു വരുമ്പോൾ മോഷ്ടാവായ നോളൻ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. വേഗത്തിൽ നോളൻ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. നോളനെ ഫോളോ ചെയ്ത് പിടിക്കുവാൻ ജോണും പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും ഒരു ഡോറിനിടയിൽ ജോൺ സ്റ്റെക്കായി നിന്നു. നോളൻ രക്ഷപ്പെടാനായി മുമ്പോട്ട് പോയി. ഉർവശി വന്ന് നോളനെ തടയാൻ ശ്രമിച്ചു. നോളൻ ബുദ്ധിപരമായി ഗ്രൗണ്ടിലേക്ക് ഒരു സ്ഫോടക വസ്തു സ്ഥാപിക്കുകയും വിദഗ്ധമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ജോൺ ഒരു കാർ എടുത്ത് നോളനെ ചേസ് ചെയ്യാനായി പുറപ്പെട്ടെങ്കിലും ജോണിന്റെ കാർ ഒരു ആക്സിഡന്റിൽ പെട്ടു. കഥ അവിടെ നിന്നും 56 മണിക്കൂറിനപ്പുറത്തേക്ക് പോകുന്നു. ബാലിയിലെ തന്റെ വീട്ടിലേക്ക് നോളൻ എത്തിച്ചേരുകയായിരുന്നു. നോളൻ വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോ കണ്ടത് അവിടെ തന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരിക്കുന്ന ജോണിനെയായിരുന്നു. ഇന്റർപോളുമായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന് ജോൺ നോളനെ അറിയിച്ചു. പിന്നാലെ ഇന്റർപോൾ സംഘം നോളനെ ചുറ്റിവളയുകയാണ്. നോളന്റെ കയ്യിൽ അപ്പോഴും ആ എഗ് ഉണ്ടായിരുന്നു. ഉർവശി നോളന്റെ കയ്യിൽ നിന്നും ആ എഗ് ഏറ്റുവാങ്ങി. ശേഷം നോളനോട് പറഞ്ഞു, 18 രാജ്യങ്ങളിലെ പോലീസുകാർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ അതെ, എനിക്കല്ലേലും ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നായിരുന്നു നോളന്റെ തമാശയോടെയുള്ള മറുപടി. നിന്റെ തമാശയൊക്കെ കൊള്ളാം, ഇനി അതങ്ങ് ജയിലിൽ പോയി പറഞ്ഞാ മതി എന്ന് ഉർവശി കുറച്ച് രൂക്ഷമായി പറഞ്ഞു. നോളനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുവാൻ ഉർവശി തീരുമാനിച്ചിരുന്നു. ജോണും നോളൻ എതിരെ ചെന്നു. നീ ആ റെഡ് ഹാറ്റ് ലേഡിയുടെ ചിത്രം മോഷ്ടിച്ചില്ലേ, അന്നു മുതൽ ഞാൻ നിന്റെ പുറകെയുണ്ട് എന്നറിയിച്ചു. ബാലിയിലെ ആ വീട്ടിൽ റെഡ് ഹാറ്റ് ലേഡിയുടെ ചിത്രം തൂക്കിയിട്ടിരുന്നു. നോളനെ സംബന്ധിച്ച് ഇതൊക്കെ ഫൺ മാത്രമായിരുന്നു. പണത്തിനു വേണ്ടിയേ ആയിരുന്നില്ല നോളൻ മോഷ്ടിച്ചിരുന്നത്. മോഷണം നോളന് ഒരു കിക്ക് കൊടുക്കും. എല്ലാവരെയും അതിജീവിച്ച് ഇന്റർപോളിനവരെ പറ്റിച്ച് ഓരോ തവണയും മോഷ്ടിക്കുക, പിടിക്കപ്പെട്ട് കഴിയുമ്പോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക, ഇതൊക്കെയായിരുന്നു നോളന്റെ വിനോദം. അതുകൊണ്ട് തന്നെ അത്തവണ ഏറ്റവും മോശമായൊരു ജയിലിലേക്കായിരുന്നു ഉർവശി നോളനെ അയക്കുവാൻ തീരുമാനിച്ചത്. വൈകാതെ നോളനെ അറസ്റ്റ് ചെയ്ത് ഉർവശി കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. പോകുന്ന സമയത്ത് വിലപ്പെട്ട ആ മുട്ട ജോണിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് മറ്റൊരു വണ്ടിയിൽ കൊണ്ടുവരാൻ ഉത്തരവിട്ടു. ജോൺ പിന്നാലെ അടുത്ത വണ്ടിയുടെ ബാക്കിൽ ആ മുട്ട വെക്കുകയാണ്. പക്ഷേ വണ്ടി പുറപ്പെടുന്നതിന് മുമ്പേ ഇന്റർപോൾ സംഘത്തിന്റെ വേഷത്തിലുണ്ടായിരുന്ന ആരോ കടന്നു വന്ന് ഒറിജിനൽ മുട്ടയെടുത്തു മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് മുട്ട അവിടെ പ്ലേസ് ചെയ്തിരുന്നു. ജോൺ വന്ന് വണ്ടിയിൽ ഫ്രണ്ടിൽ കയറാൻ പോയപ്പോ ബാക്ക് ഡോർ അടച്ചിട്ടില്ല എന്ന് ഡ്രൈവർ വാൺ ചെയ്തു. ജോൺ പുറകിൽ ചെന്ന് മുട്ട സുരക്ഷിതമല്ലേ എന്ന് പരിശോധിച്ച ശേഷം വാതിലടച്ച് തിരികെ ഫ്രണ്ടിൽ വന്ന് കയറുകയാണ്. ഇന്റർപോൾ ഉദ്യോഗസ്ഥരും ജോണുമടക്കം അവിടെ നിന്ന് പോയിരുന്നു. അപ്പോഴായിരുന്നു മുട്ട മാറ്റിവെച്ച് യഥാർത്ഥ മുട്ട മോഷ്ടിച്ച വ്യക്തി തന്റെ മുഖംമൂടി മാറ്റി തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നത്. ബിഷപ്പ് എന്ന് വിളിപ്പേരുള്ള ഒരു ലേഡിയായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ നോളന്റെ റൈവലാണ് അവൾ. സാറ ബ്ലാക്ക് എന്നായിരുന്നു ബിഷപ്പിന്റെ യഥാർത്ഥ പേര്. പിന്നീട് 32 മണിക്കൂറുകൾക്ക് ശേഷം റോമിൽ ഒരു ഹോട്ടലിലിരുന്ന് ജോൺ മദ്യപിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഉർവശി കടന്നു വന്നു. ഉർവശി ആ ഗോൾഡൻ എഗ്ഗുമായിട്ടായിരുന്നു കടന്നു വന്നത്. ഇതെന്തിനാ നിങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്നത് എന്ന് ജോൺ തിരക്കി. ഉർവശി ആ എഗ്ഗ് താഴേക്കിടുകയാണ്. അത് പൊട്ടിത്തകർന്നു പോയിരുന്നു. അതൊരു ഫേക്ക് എഗ്ഗാണ് എന്നതോടെ വ്യക്തമായി. ജോൺ ഒന്ന് ഞെട്ടിയിരുന്നു. അവസാനമായി മുട്ട ഏൽപ്പിച്ചിരുന്നത് ജോണിനെയാണല്ലോ. അതുകൊണ്ട് തന്നെ മുട്ട മോഷണം പോയ കാര്യവുമായി ജോണിന് ബന്ധമുണ്ട് എന്നുർവശി സംശയിച്ചിരുന്നു. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജോൺ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. കഥ അവിടെ നിന്നും റഷ്യയിലേക്ക് നീളുന്നു. റഷ്യയിലെ വളരെയധികം ഹൈ സെക്യൂരിറ്റിയുള്ള ഒരു ജയിൽ, മഞ്ഞുമലകൾക്കിടയിലായിരുന്നു അത് സ്ഥിതി
ചെയ്തിരുന്നത്. അങ്ങോട്ടേക്ക് ഒരു ഹെലികോപ്റ്റർ വന്നു ചേർന്നു. ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് തടവുപുള്ളിയായി അയക്കപ്പെട്ട ജോൺ ആയിരുന്നു. ജോൺ തന്റെ സെല്ലിലേക്ക് വൈകാതെ എത്തിച്ചേരുകയാണ്. അകത്ത് കടന്ന ജോൺ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. ജോണിന്റെ അതേ സെല്ലിലായിരുന്നു നോളനും അടയ്ക്കപ്പെട്ടിരുന്നത്. വന്നപാടെ നോളൻ ജോണിനെ ചെറിയ തമാശയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ഭക്ഷണ സമയത്ത് നോളൻ ജോണുമായി സംസാരിച്ചു. ബിഷപ്പ് ആയിരിക്കും നിനക്കെന്നെ പറ്റി ഇൻഫർമേഷൻ തന്നതല്ലേ എന്നൊക്കെ നോളൻ സൂചിപ്പിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ടേക്ക് വന്നത് ബിഷപ്പ് അറിഞ്ഞു കാണുമെന്നും അതുകൊണ്ട് ബിഷപ്പ് നിന്നെ അന്വേഷിച്ച് എവിടെയെത്താൻ സാധ്യതയുണ്ട് എന്നും നോളൻ സൂചിപ്പിച്ചു. പിന്നാലെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ബിഷപ്പിനെ പറ്റി നോളൻ വ്യക്തമാക്കാൻ തുടങ്ങി. ബിഷപ്പ് യാഥാർത്ഥ്യത്തിൽ ഒരു തട്ടിപ്പുകാരിയാണ്, ബുദ്ധിയുള്ളൊരു മോഷ്ടാവ്. അവൾ നോളനെ കാട്ടിക്കൊടുക്കുന്നു എന്ന തരത്തിൽ ഇൻഫർമേഷൻ കൊടുക്കുകയും കൂട്ടത്തിൽ വിദഗ്ധമായി അതേ സാഹചര്യം ഉപയോഗിച്ച് അവരിൽ നിന്ന് എഗ്ഗ് മോഷ്ടിക്കുകയും ചെയ്തു. അവരുടെ സംസാരം എഗ്ഗിലേക്ക് നീണ്ടു. അപ്പോഴാണ് ആ എഗ്ഗിന് $300 മില്യൺ വില വരും എന്ന് നോളനിൽ നിന്ന് ജോൺ മനസ്സിലാക്കുന്നത്. ഒരു ഈജിപ്ഷ്യൻ ബില്യനെയർ ആ 3 എഗ്ഗുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ 3 എഗ്ഗുകളും ഒന്നിച്ച് ആ ബില്യനെയർക്ക് എത്തിക്കുന്ന വ്യക്തിക്ക് $300 മില്യൺ ലഭിക്കും. എങ്ങനെയാണത് സാധ്യമാവുക എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. നോളന്റെ സംസാരത്തിൽ നിന്ന് ആ ഒരു വിഷയത്തിൽ ജോണിന് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നിരുന്നു. 2 മുട്ടകളെ പറ്റി ഏകദേശ വിവരമുണ്ട്. പക്ഷെ 3ാമത്തെ മുട്ട എങ്ങനെ കണ്ടെത്തും, അതെവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് ജോൺ ചോദിച്ചു. 3ാമത്തെ മുട്ടയുടെ കാര്യം പിന്നെയല്ലേ, ആദ്യത്തെ 2 മുട്ട കരസ്ഥമാക്കാം എന്നായിരുന്നു നോളൻ പറഞ്ഞത്. 2ാമത്തെ മുട്ട നിലവിലുള്ളത് ഇന്റർനാഷണൽ ആയുധ കച്ചവടക്കാരനായ സരോവോസിന്റെ പക്കലാണ് എന്നും നോളൻ വ്യക്തമാക്കുന്നുണ്ട്. സരോവോസിന്റെ ലോക്കറിലായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത്. സരോവോസ് വളരെയധികം അപകടകാരിയായ വ്യക്തിയാണെന്നും നോളൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നാളെ സരോവോസിന്റെ അവിടെ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയിൽ എത്താൻ കഴിഞ്ഞാൽ അവിടെ നിന്നും എനിക്ക് മോഷ്ടിക്കാൻ കഴിയും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം, നോളൻ തുടർന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെപ്പറ്റി നോളൻ ജോണിനോട് ഡിസ്കസ് ചെയ്യാനും ആരംഭിച്ചു. അന്ന് അവിടെ വെച്ച് നോളൻ കാരണം ജോണിന് അവിടെയുള്ള ഒരു അന്തേവാസിയുമായി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഫൈറ്റിൽ വരെ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. ജോണും നോളനും സെല്ലിലായിരിക്കെ അങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥർ വന്നു. ക്യാപ്റ്റനെ മീറ്റ് ചെയ്യണം അവരെന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ടുപോയി. പക്ഷെ അവർ എത്തിച്ചേർന്നതാകട്ടെ അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന ബിഷപ്പിന്റെ മുമ്പിലേക്കായിരുന്നു. ബിഷപ്പ് അഹങ്കാരത്തോടെ നോളനോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ലോകത്തെ ആർട്ടുകൾ മോഷ്ടിക്കുന്ന നമ്പർ 1 തീഫ് ഞാനാണെന്ന്. നീ 2ാമത്തെ തീഫ് മാത്രമാണ്. ബിഷപ്പ് അവിടെ വെച്ച് ജോണിനോട് സംസാരിച്ചു. 2ാമത്തെ എഗ്ഗ് എവിടെയാണുള്ളതെന്ന് തനിക്ക് അറിയാമെന്നും 48 മണിക്കൂറിനുള്ളിൽ അത് താൻ കരസ്ഥമാക്കുമെന്നും ബിഷപ്പ് പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ നോളന്റെ ഒരു റെക്കോർഡിംഗ് ഒക്കെ കേൾപ്പിച്ച് 3ാമത്തെ എഗ്ഗ് എവിടുണ്ട് എന്ന് നോളന് കൃത്യമായിട്ട് അറിയാം എന്നും ജോണിനോട് ബിഷപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ആ 3ാമത്തെ മുട്ട ഒന്നിച്ച് കണ്ടെത്താൻ സഹായിച്ചാൽ കിട്ടുന്നതിന്റെ 10% ഷെയർ അവർക്ക് കൊടുക്കാം എന്ന് ബിഷപ്പ് പറഞ്ഞു. കൂട്ടത്തിൽ അവരെ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും ഈ ഓഫറെ പറ്റി ആലോചിക്ക് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഒരു ടിപ്പും കൊടുത്ത് ബിഷപ്പ് അവിടെ നിന്ന് പോവുകയാണ്. ജോൺ ഒന്ന് നോളനോട് സംസാരിച്ചു. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ കൂടെ കൂടുന്നോ എന്ന് തിരക്കി. ജീവിതകാലം ഉടനീളം ഈ ബിഷപ്പിനെ ജയിലിലാക്കുകയും വേണം എന്നും ജോൺ പറയുന്നുണ്ടായിരുന്നു. പണിഷ്മെന്റിന്റെ ഭാഗമായി ജോണിനും നോളനും ആ ജയിലിലെ പൊളിഞ്ഞുപോയ ഒരു മതിൽ കെട്ടാനുള്ള ജോലി ലഭിച്ചിരുന്നു. ഇരുവരും ചേർന്ന് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെ തുടരുന്ന കാലയളവിൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി ഉടനടി അവർ തയ്യാറാക്കി. ലോണ്ടറി റൂമിൽ ഒരു സ്ഫോടനം നടത്തി അവിടെ മുതൽ രക്ഷപ്പെടാനുള്ള പരിപാടികൾ അവർ ആരംഭിച്ചു. അവിടുത്തെ ഗാർഡുകളെ അടിച്ചു വീഴ്ത്തി അവർ പുറത്തിറങ്ങി. പക്ഷേ പുറത്തേക്ക് ഒരു മെയിൻ ഡോർ ഉണ്ടായിരുന്നു, അത് ലോക്കായിരുന്നു. നോളൻ ആ സമയം താൻ മോഷ്ടിച്ചെടുത്തിരുന്ന ആക്സസ് കാർഡ് ജോണിനെ കാണിച്ചു. കഴിഞ്ഞ ദിവസം ജോൺ ഫൈറ്റ് ഉണ്ടാക്കിയപ്പോ വിദഗ്ധമായി നോളൻ കൈവശപ്പെടുത്തിയ ആക്സസ് കാർഡായിരുന്നു അത്. ആ പ്രധാന ഗേറ്റ് കാർഡ് വെച്ച് തുറന്നവർ പുറത്തേക്കോടി. അവരെ എതിരിടാൻ ഗാർഡുകൾ വരുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ വേണമായിരുന്നു രക്ഷപ്പെടാൻ. ഒട്ടും എളുപ്പമായിരുന്നില്ലെങ്കിൽ പോലും വളരെയധികം പ്രയാസപ്പെട്ടിട്ട് ഇരുവരും അവിടെ നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് രക്ഷപ്പെടുകയാണ്. ഇതേസമയം മറുവശത്ത് ലണ്ടനിൽ ബിഷപ്പ് ഒരു ഇന്റർപോൾ ഏജന്റിന്റെ വീട്ടിൽ കടന്നു കയറി അയാളെ ബന്ധനസ്ഥനാക്കിയിരുന്നു. അയാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് അതുപയോഗിച്ച് ബിഷപ്പ് ഉർവശിക്ക് കുറെ മെയിലുകൾ അയച്ചു. ആ മെയിലിലൂടെ നോളനും ജോണും രക്ഷപ്പെട്ട കാര്യവും അവരുടെ അടുത്ത ലൊക്കേഷനും മറ്റും താൻ മനസ്സിലാക്കിയത് ബിഷപ്പ് ഉർവശിക്ക് കൈമാറിയിരുന്നു. രക്ഷപ്പെട്ട് പറന്ന് നോളനും ജോണും എത്തിച്ചേർന്നത് ഒരു റൺവേയിലേക്കായിരുന്നു.
അവിടെ വെച്ച് നോളൻ തന്റെ ഒരു പഴയ സുഹൃത്തിനെ കാണുകയാണ്. ഒരു വിമാനവുമായി അവൻ കാത്തുനിന്നിരുന്നു. വൈകാതെ ഇരുവരും ആ വിമാനത്തിൽ യാത്ര തുടങ്ങി. പോകുമ്പോ നോളനിൽ നിന്ന് നോളന്റെ പ്ലാനുകൾ ജോൺ ചോദിച്ച് മനസ്സിലാക്കി. താനെന്ത് ചെയ്യണം എന്ന് ജോൺ അപ്പോൾ നോളനോട് ചോദിക്കുന്നുണ്ട്. നോളൻ കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചു. ആയുധക്കടത്തുകാരൻ മുട്ട സൂക്ഷിച്ചിരിക്കുന്ന ജ്വല്ലറിയേക്ക് സൂക്ഷിച്ചിരിക്കുന്ന ഇടം വളരെയധികം സെക്യൂരിറ്റിയിലാണുള്ളത്. എപ്പോഴും അവിടെ കാവൽക്കാരുണ്ടാകും. സാവറോസിന്റെ ഫിംഗർ പ്രിന്റും ശബ്ദവും ഉപയോഗിച്ച് മാത്രമേ ലോക്കർ റൂം തുറക്കാൻ സാധിക്കൂ. കൂട്ടത്തിൽ 14 ഡിജിറ്റുള്ള ഒരു പിൻ നമ്പറുമുണ്ട്. അതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഓരോ മിനിറ്റിലും സാവറോസിന്റെ ഫോണിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നവയാണ്. സാവറോസിന്റെ ഫോണില്ലാതെ അത് ആക്സസ് ചെയ്യാൻ പറ്റുകയേയില്ല. ജോണും നോളനും യാത്ര ചെയ്ത് സാവറോസിന്റെ ഇടമായ വലൻസിയയിലേക്ക് എത്തി. സോവറോസ് നടത്തുന്ന പാർട്ടിയിലേക്ക് മുഖംമൂടിയൊക്കെ വെച്ച് അവർ കടന്നു ചെന്നു. പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഏവരും തന്നെ മാസ്ക് വെച്ചിരുന്നതുകൊണ്ട് അവരെ തിരിച്ചറിയലും അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. നോളൻ ജോണിന് കൊടുത്ത ആദ്യത്തെ ദൗത്യം സോവറോസിന്റെ ഫോൺ മോഷ്ടിക്കുക എന്നതായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ബിഷപ്പും അവിടെ എത്തിയിട്ടുണ്ട് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. നോളൻ ജോണിനോട് ബിഷപ്പിനെ നേരിട്ട് മീറ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ജോൺ ബിഷപ്പിനെ മീറ്റ് ചെയ്തു. ബിഷപ്പും ഒന്നിച്ച് സോവറോസിന്റെ മുമ്പിൽ വെച്ച് തന്നെ ജോൺ ഡാൻസ് ചെയ്യാനും ആരംഭിച്ചു. പെൺവിഷയത്തിൽ കുറച്ച് വീക്കായ സോവറോസ് ചെറിയൊരു അസൂയയോടെ ജോണിനെയും ബിഷപ്പിനെയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. സോവറോസ് അവരെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് മുതലെടുത്ത് ജോൺ വിദഗ്ധമായി സോവറോസിന്റെ ഫോൺ അടിച്ചു മാറ്റി. ഇതേ സമയം നോളനാകട്ടെ വളരെയധികം വൈദഗ്ധ്യത്തോടെ സോവറോസിന്റെ ഫിംഗർ പ്രിന്റും കരസ്ഥമാക്കിയിരുന്നു. ഇതേ സമയം ഇന്റർപോൾ ഏജന്റായ ഉർവശിയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജോണും നോളനും റെസ്റ്റ് റൂമിലേക്ക് എന്ന പോലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ഇതിനിടയിൽ നോളനാകട്ടെ സർവൈലൻസ് റൂമിലേക്ക് കടന്നു കയറി ഒരു ബഗ് പ്ലേസ് ചെയ്ത് CCTV ക്യാമറകളും മറ്റും ഹാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നാലെ ആരുടെയും കണ്ണിൽപ്പെടാതെ അവർ സീക്രട്ട് ലോക്കർ റൂമിലേക്ക് എത്തുകയാണ്. ഫിംഗർ പ്രിന്റും സാവറോസിന്റെ മുഖവും വോയിസും അടക്കം ഹാക്ക് ചെയ്ത് അവർ ആ ലോക്കർ റൂം തുറക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഉർവശി അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. തോക്ക് ചൂണ്ടി ഉർവശി വരുന്ന കണ്ടതും നോളനെ ലോക്കർ റൂമിനകത്തേക്ക് ജോൺ തള്ളിയിട്ടു. പിന്നാലെ അകത്ത് കടന്ന ജോൺ ലോക്കർ റൂം അടയ്ക്കുകയും ചെയ്തു. ലോക്കർ റൂമിനകത്ത് കടന്ന അവർ നേരെയിരിക്കുന്ന എഗ്ഗ് കണ്ടിരുന്നു. എഗ്ഗ് എടുക്കുവാൻ അവർ അതിനടുത്തേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങി. പക്ഷെ അവരെ അതിശയിപ്പിച്ചുകൊണ്ട് അതിനോടകം ആ ലോക്കർ റൂമിനകത്ത് ബിഷപ്പ് ഉണ്ടായിരുന്നു. ബിഷപ്പ് അവരോട് സംസാരിച്ചു. 2 എഗ്ഗുകൾ ഇപ്പോൾ എന്റെ പക്കലുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. 3ാമത്തെ എഗ്ഗ് കണ്ടെത്തുന്നതിനെ പറ്റി ഞാനൊരു ഓഫർ മുമ്പ് വെച്ചിരുന്നു. അതിനെപ്പറ്റി എന്തു പറയുന്നു? ജോൺ, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് എടുത്തു കാട്ടി. ഓഹോ, അങ്ങനാണോ? എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്നായിരുന്നു ബിഷപ്പിന്റെ മറുപടി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ ബിഷപ്പ് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരെയും തോൽപ്പിക്കാൻ തക്കവണ്ണം അത്രമേൽ കരുത്തുറ്റൊരു ഫൈറ്ററായിരുന്നു ബിഷപ്പ്. ഈ സമയം സെക്യൂരിറ്റി ടീം സേഫ് ലോക്കർ തുറന്ന കാര്യം തിരിച്ചറിയുന്നുണ്ട്. ഒരു സംഘത്തെ അത് അന്വേഷിക്കാൻ പറഞ്ഞുവിട്ട ടീം പാർട്ടിയിലായിരുന്ന സോവറോസിന്റെ അടുത്തും വിവരമെത്തുന്നുണ്ട്. സോവറോസും സേഫ് ലോക്കറുള്ള ഭാഗത്തേക്ക് പുറപ്പെട്ടു. സോവറോസ് ലോക്കറിനകത്തേക്ക് എത്തുന്നത് ബിഷപ്പ് കണ്ടിരുന്നു. ബിഷപ്പ് ഉടനടി ജോണിന്റെ ഹാൻഡ് കഫ് എടുത്ത് ജോണിനെയും നോളനെയും ബന്ധിപ്പിച്ചു. എഗ്ഗ് സുരക്ഷിതമായി എടുത്ത് സോവറോസിന്റെ കയ്യിൽ കൊടുത്തു. ഇവരതെടുക്കാൻ വന്നപ്പോൾ തടയാനാണ് താൻ ശ്രമിച്ചത് എന്ന് സോവറോസിനോട് പറഞ്ഞു. സോവറോസിനു വേണ്ടി വിശ്വസ്തയായി താനെന്നും ജോലി നോക്കും എന്നും അവൾ പറയുന്നുണ്ട്. ആ നിമിഷത്തിലാണ് സോവറോസിന്റെ ജോലിക്കാരി കൂടിയാണ് ബിഷപ്പ് എന്ന കാര്യം വ്യക്തമാകുന്നത്. പിടികൂടപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട് നോളനും ജോണും സോവറോസിന്റെ അടുത്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെടാൻ ആരംഭിച്ചു. അവിടുണ്ടായിരുന്ന സോവറോസ് നോളനോടും ജോണിനോടുമായി ബിഷപ്പ് ഇപ്പോൾ തന്റെ ബിസിനസ് പാർട്ട്ണറും കൂടിയാണ് എന്ന് പറയുന്നുമുണ്ട്. അങ്ങോട്ടേക്ക് ഷാമ്പെയിൻ ബോട്ടിലുമായി ബിഷപ്പ് കടന്നു വന്നു. അതിൽ നിന്നൊരു ഡ്രിങ്ക് എടുത്ത് സോവറോസിന് കൊടുത്തു. പിന്നാലെ നോളൻ അടുത്തു വന്ന് ബിഷപ്പ് നോളനോട് 3ാമത്തെ മുട്ടയുടെ ഇടം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മറുപടി പറയാൻ മടിച്ച നോളൻ അവളെ നോക്കി ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. നോളൻ പറയുന്നവരെ ജോണിനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞ് ജോണിനുമേൽ ഷോക്കടിപ്പിക്കാൻ അവർ ആരംഭിച്ചു. സോവറോസും അതിൽ പങ്കെടുത്ത് ജോൺ ഒരുപാട് കഷ്ടപ്പെടുന്ന കണ്ടതും നോളൻ തന്നെ ഒടുവിൽ നൃത്തം അലറി വിളിക്കുന്നുണ്ട്. പിന്നാലെ 3ാമത്തെ മുട്ടയുള്ളത് ഈജിപ്തിലാണ് എന്ന് നോളൻ തനിക്ക് അറിയുന്ന വിവരം അവരോട് കൈമാറി. ഷാമ്പെയിൻ ബോട്ടിൽ നിന്ന് ഡ്രിങ്ക് എടുത്ത് സോവറോസ് കുടിക്കാൻ തുടങ്ങി. ബിഷപ്പും ഒരു ഡ്രിങ്ക് കയ്യിൽ കരുതിയിരുന്നു. പക്ഷെ അവൾ കുടിച്ചതുമില്ല. ഡ്രിങ്ക് കുടിച്ചതിന് പിന്നാലെ മരണപ്പെട്ട് സോവറോസ് താഴെ വീണു. കാരണം ബിഷപ്പ് അതിൽ വിഷം കലർത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2ാമത്തെ എഗ്ഗുമായി ബിഷപ്പ് അതോടെ രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. സ്ഥലം അറിഞ്ഞതുകൊണ്ട് 3ാമത്തെ എഗ്ഗും ഉടനടി താൻ കരസ്ഥമാക്കും എന്നും അവരോട് പറഞ്ഞിട്ടായിരുന്നു ബിഷപ്പ് രക്ഷപ്പെട്ടു പോയത്. വിഷബാധയേറ്റ് വീണെങ്കിലും സോവറോസ് കൊല്ലപ്പെട്ടിരുന്നില്ല. ദേഷ്യത്തിലെഴുന്നേറ്റ് സോവറോസ് തോക്കെടുത്ത് നോളനെയും ജോണിനെയും വെടിവെച്ചു കൊല്ലാൻ എന്ന മട്ടിൽ അവർക്കെതിരെ വെടിയുതിർക്കാൻ തുടങ്ങി. പക്ഷേ സോവറോസിന്റെ വെടികൊണ്ടത് അവരെ ബന്ദിയാക്കി വെച്ചിരുന്ന വിലങ്ങിലായിരുന്നു. അതോടെ ഇരുവരും മോചിപ്പിക്കപ്പെടുകയാണ്. സോവറോസിനെ അടിച്ചിട്ട് നോളനും ജോണും പുറത്തു കടന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച അവർ എത്തിപ്പെട്ടതാകട്ടെ ഒരു ബുൾഫൈറ്റ് വേദിയിലേക്ക്
കാട്ടിലേക്കുമായിരുന്നു. കോപാകുലനായ ഒരു കാളയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരുപാട് കഷ്ടപ്പെടേണ്ടി തന്നെ വരുന്നുണ്ട്. എന്നിരുന്നാലും വിദഗ്ധമായി അവരൊന്നിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാണികളൊക്കെയും അത് മത്സരമെന്ന് തെറ്റിദ്ധരിച്ച് കരഘോഷം മുഴക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ അവരിരുവരും വലൻസിയ വിട്ട് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. ആ പോകുന്ന വഴിക്കാണ് നോളൻ ജോണിനോട് സത്യം വെളിപ്പെടുത്തുന്നത്. മൂന്നാമത്തെ മുട്ടയുള്ളത് ഈജിപ്തിലല്ല, ബിഷപ്പിനോട് താൻ കള്ളം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ മൂന്നാമത്തെ മുട്ടയുള്ളത് അർജന്റീനയിലാണ്. ആ ലൊക്കേഷൻ നോളന്റെ അച്ഛന്റെ വാച്ചിൽ രേഖപ്പെടുത്തിയിരുന്നു. നോളന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ആ വാച്ച് ഒരിക്കൽ ഹിറ്റ്ലറിന്റെ ആർട്ട് ക്യൂറേറ്റർ ആയിരുന്ന റുഡോൾഫ് സെയ്ക്കിന്റേതായിരുന്നു. അതിൽ റുഡോൾഫ് സെയ്ക്ക് അന്ന് നാസി പട്ടാളം മോഷ്ടിച്ചെടുത്ത് വിലപിടിച്ച വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്നയിടത്തിന്റെ റൂട്ട് മാപ്പ് ഉണ്ട്. യാത്രയ്ക്കൊടുവിൽ നോളനും ജോണും ആ ഇടത്തേക്ക് എത്തിച്ചേർന്നു. കാടിനുള്ളിലൂടെ നടന്ന് ഒടുവിൽ സീക്രട്ട് ബങ്കറിലേക്ക് വരെ അവർ എത്തി നിന്നു. തന്റെ അച്ഛന്റെ വാച്ച് ഉപയോഗിച്ച് നോളൻ ആ ലോക്കർ തുറക്കുകയാണ്. അകത്ത് കടന്ന് അവർ കണ്ടത് നാസി പട്ടാളം മോഷ്ടിച്ച് സംരക്ഷിച്ച് ഒളിപ്പിച്ചു പോന്നിരുന്ന വിലപിടിച്ച പല വസ്തുക്കളുടെയും ശേഖരമായിരുന്നു. നോളൻ അവിടെ വെച്ചിരുന്ന മൂന്നാമത്തെ എഗ്ഗും കണ്ടെടുത്തു. നോളൻ അതെടുത്ത് തിരിഞ്ഞതും ബിഷപ്പ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ബിഷപ്പ് നോളനെതിരെ തോക്കു ചൂണ്ടി. പിന്നാലെ ആ എഗ്ഗ് അവരിൽ നിന്ന് ഏറ്റുവാങ്ങി ബിഷപ്പ് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഇന്റർപോൾ ഏജൻസുമായി ഉർവശിയും വന്നു ചേർന്നിരുന്നു. പിന്നെ അവിടെ നടന്നത് നീണ്ട ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഇന്റർപോളുകാർ വന്നതോടെ നോളനും ജോണിനും ബിഷപ്പിനും ഒന്നിച്ചു നിന്ന് അവർക്കെതിരെ പോരടിക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായിരുന്ന പഴയൊരു ബെൻസ് കാറും എടുത്ത് അവർ മൂവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഒടുവിലൊരു വെള്ളച്ചാട്ടത്തിലേക്ക് അവരുടെ കാർ വന്നു പതിച്ചു. നോളൻ എഗ്ഗുമായി നീന്തി കരയ്ക്ക് കയറി. പക്ഷേ കരയ്ക്കെത്തിയ ശേഷം നോളൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജോണിനെ കാണുന്നുണ്ടായിരുന്നില്ല. എഗ്ഗ് മണ്ണിലേക്ക് വെച്ച് ജോണിനെ നോക്കുവാൻ നോളൻ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. കുറച്ചു കഴിഞ്ഞ് നോളൻ നീന്തി കയറി വന്നപ്പോ കണ്ടത് ജോൺ കരയിൽ നിൽക്കുന്നതായിരുന്നു. പക്ഷേ അവിടെ കണ്ട ഒരു കാഴ്ച അക്ഷരാർത്ഥത്തിൽ നോളനെ ഞെട്ടിച്ചു കളയുന്നുണ്ട്. ജോണും ബിഷപ്പും കാമുകി കാമുകന്മാരെ പോലെ ചുംബിക്കുന്നു. പിന്നാലെയാണ് കാര്യങ്ങൾ നോളന് വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ ബിഷപ്പും ജോണും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരൊന്നിച്ച് 3 എഗ്ഗും കളക്ട് ചെയ്ത് പണം നേടിയെടുക്കാൻ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. ആർക്കും അറിയാത്ത മൂന്നാമത്തെ മുട്ടയുടെ ലൊക്കേഷൻ നോളൻ അറിയാം എന്ന് മനസ്സിലാക്കിയവർ നോളനിൽ നിന്നും അത് മുഴുവൻ മനസ്സിലാക്കാനും മറ്റു മുട്ടകൾ മോഷ്ടിച്ചെടുക്കാനും വേണ്ടിയായിരുന്നു ഇത്രയും വലിയ കളികളൊക്കെ കളിച്ചത്. നോളൻ വിശ്വസിച്ചിരുന്ന പോലെ ജോൺ ഒരു FBI ജോലിക്കാരനൊന്നുമായിരുന്നില്ല. അതിമികച്ച ഒരു തട്ടിപ്പുകാരനായിരുന്നു. നോളനെ അവരിരുവരും ഒന്നിച്ച് ബന്ദിയാക്കി ഒരു മരത്തിൽ ബന്ധിപ്പിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. പിന്നീട് കഥ കൈറോയിലേക്ക് പോകുന്നു. കൈറോയിൽ ഈജിപ്ഷ്യൻ ബില്യനെയർക്ക് 3 മുട്ടയും അവർ കൊണ്ടുകൊടുത്തിരുന്നു. അതിനുവേണ്ട പ്രതിഫലവും അവർക്ക് ലഭിച്ചു. ആ ബില്യനെയർക്ക് തന്റെ മകൾക്ക് വിവാഹ സമ്മാനം കൊടുക്കാൻ വേണ്ടിയായിരുന്നു അയാൾ ആ മുട്ടകൾ സ്വന്തമാക്കിയത്. വിവാഹ ആഘോഷം നടക്കുമ്പോൾ ജോണും ബിഷപ്പും അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇന്റർപോൾ സംഘം കുതിച്ചെത്തി. മുട്ടകൾ കരസ്ഥമാക്കിയിരുന്ന ബില്യനെയറിനെ അടക്കം ഗൂഢാലോചന ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. മോഷ്ടിക്കപ്പെട്ട് അത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്നത് നിയമവിരുദ്ധമാണല്ലോ. അതിന്റെ പേരിലായിരുന്നു ഉർവശി അവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അതിനു പിന്നിലും ജോണും ബിഷപ്പും പ്രവർത്തിച്ചിരുന്നു. ജോണും ബിഷപ്പും തന്നെയായിരുന്നു ഇന്റർപോൾ ഉദ്യോഗസ്ഥർക്ക് ബില്യനെയറെ പറ്റിയുള്ള വിവരവും കൈമാറിയത്. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം സാർഡിനിയ എന്ന ഐലൻഡിൽ തങ്ങളുടെ ബോട്ടിൽ ജോണും ബിഷപ്പും സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ ആരംഭിച്ചിരുന്നു. പെട്ടെന്ന് അവർക്ക് മുമ്പിലേക്ക് നോളൻ കടന്നു വന്നു. നിങ്ങൾ എന്നെ ചതിച്ചതിന് ഞാനൊരു മറുപടി തന്നിട്ടുണ്ട് എന്ന് നോളൻ അവരോട് പറഞ്ഞു. അവരുടെ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യാൻ നോളൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്തതും ജോണും ബിഷപ്പും ഞെട്ടുന്നുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ $300 മില്യൺ അപ്രത്യക്ഷമായി പോയിരുന്നു. നോളൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി. ജോണിന്റെയും ബിഷപ്പിന്റെയും പ്രവൃത്തികളെ പറ്റിയും അവരുടെ രഹസ്യ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുമൊക്കെ നോളൻ ഉർവശിക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നു. ഉർവശിയായിരുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത്. ഇന്റർപോൾ അവരെ പിടികൂടാൻ ഈ വഴിക്ക് വരുന്നുണ്ടെന്നും ഇത് ചെറിയൊരു പ്രതികാരമായി കൂട്ടിയാൽ മതി. പക്ഷേ നിങ്ങൾക്ക് വേറെ പണിയുണ്ട്. എന്റെ കൂടെ മറ്റൊരു മോഷണത്തിന് വരുന്നു. അങ്ങനാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുകയും ഒന്നിച്ച് വലിയൊരു മോഷണം നമുക്ക് നടത്തുകയും ചെയ്യാം എന്നൊരാശയം നോളൻ മുമ്പിലേക്ക് വെച്ചു. നോളന്റെ ആ ഓഫർ ജോണും ബിഷപ്പും അംഗീകരിക്കുന്നുമുണ്ട്. പുതിയ മോഷണത്തിനായി അവർ യാത്ര തുടങ്ങുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ മോഷണ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.